ഹായ്സ് ഓൾ. നമ്മൾ ഇന്നും ചർച്ചകളിലേക്ക് തന്നെ വീണ്ടും വന്നെത്തിയിരിക്കുകയാണ്. ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ബസ് സമരം തന്നെയാണ്. ജൂലൈ 1 മുതൽ, അതായത് മറ്റന്നാൾ ബുധനാഴ്ച മുതൽ ഈ നാട്ടിൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഭരണകൂടം UDF സർക്കാർ നമ്മളെ നയിച്ചിരിക്കുകയാണ്. ഒരാവശ്യവുമില്ല. തൂഫാൻ എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ഇറക്കിയാലും ബസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളൊരു ഘടകം തന്നെയാണ്. പ്രൈവറ്റ് ബസ്സായാലും KSRTC ബസ്സായാലും അവരവർ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അവർക്ക് വരുമാനം കിട്ടുന്നതും അവർക്ക് സർവീസ് നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ആലങ്കാരികമായി അത് നമ്മുടെ നാടിൻ്റെ വികസനപരമായ കാര്യങ്ങൾ തന്നെയാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ നമ്മുടെ സമൂഹത്തോട് സംസാരിക്കുന്നത്. ഇവിടെ സംസാരിക്കേണ്ടി വരുന്നത്, അതായത് ഈ സർക്കാർ വന്നാൽ മാറ്റങ്ങൾക്ക് ഒരുപാട് മാറുമെന്ന് പറഞ്ഞ് ഒരു പ്രിയദർശിനി ബസ് തുടങ്ങിയതിന് ശേഷം ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരുപാട് ദാരിദ്ര്യത്തിലേക്ക് മുങ്ങിപ്പോകുന്ന, അതായത് കച്ചവടങ്ങൾ പ്രതിസന്ധികളിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് അത് ബസ് യൂണിയന്മാരിൽ, അതിൽ പിന്നെ ഓട്ടോ തൊഴിലാളികൾ, ഇങ്ങനെയുള്ള ഒരുപാട് യൂണിയന്മാർക്ക് തലവേദനകൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഭരണ സങ്കല്പം മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തിയേക്കുമെന്ന സൂചനയുമായി വാഹന ഉടമകൾ രംഗത്ത്. സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ മതിയായ അളവിലുള്ളതെന്ന് സ്വകാര്യ ബസ്സുകളുടെ സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. VD സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഇളവ് കൊണ്ട് അതിജീവിക്കാൻ കഴിയില്ല. ഒരു ദിവസം 100-150 രൂപയോളം മാത്രം വരുന്ന ഇളവാണ് ലഭിച്ചിരിക്കുന്നത്. ഈ തുക കൊണ്ട് ബസ് വ്യവസായം നിലനിന്നു പോകില്ലെന്നും ആരോപണമുണ്ട്. ഏറ്റവും സമീപ ദിവസങ്ങളിൽ 8 രൂപയോളം ഡീസൽ വില വർധനവ് വന്നു. സോഷ്യൽ സെക്യൂരിറ്റി സെസ് 2 രൂപയും പിടിക്കുന്നു. 80 ലിറ്റർ ഡീസൽ അടിക്കുന്ന വണ്ടിക്ക് 8 രൂപയുടെ ഡീസൽ വില വർധന മൂലം 640 രൂപ അധികം വരുന്നുണ്ട്. അതേസമയം ഈ സ്ഥാനത്താണ് 100-150 രൂപയുടെ ഇളവ് തന്നിരിക്കുന്നത്. സ്വകാര്യ ബസ് റൂട്ടുകളിൽ KSRTC ബസ്സുകൾ അരമണിക്കൂർ മുമ്പോ അരമണിക്കൂറിന് ശേഷമോ വന്നാൽ പോലും യാത്രക്കാർ സ്വകാര്യ ബസ്സിൽ കയറാത്ത അവസ്ഥയാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്നും ബസ് ഉടമകൾ പറയുന്നു. ബസ്സുകളിൽ 70% യാത്രക്കാർ സ്ത്രീകളാണ്. ഇവരുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു. ദിവസ കളക്ഷനിൽ 4000-5000 രൂപയോളം കുറവ് വന്നാൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇങ്ങനെ പോയാൽ ജൂൺ 30ഓടെ ബസ്സുകൾ റോഡിൽ നിന്ന് പിൻവലിക്കാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. സമരപ്രഖ്യാപനത്തിന്റെയും ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. ബസ്സുകൾക്ക് ജൂലൈ 1-ാം തീയതിയോടെ ഓടാൻ കഴിയാത്ത സ്ഥിതി വരും. നികുതി 50% കുറച്ചതിനെ ചെറിയ കാര്യമായി കാണില്ലെന്നും നിലവിലെ സാഹചര്യങ്ങളിൽ അതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നതെന്നും സ്വകാര്യ ബസ് ഉടമകൾ വ്യക്തമാക്കി. KSRTCയിൽ സർക്കാർ ചെയ്യുന്നത് പോലെ 0 ടിക്കറ്റ് അടിച്ചു കൊടുക്കാൻ സ്വകാര്യ ബസ്സുകാരും തയ്യാറാണ്. ആ തുക സർക്കാർ തന്നാൽ മതിയാകും. ഇങ്ങനെയൊരു സൗകര്യം ചെയ്ത് തന്നാൽ മാത്രമേ സ്വകാര്യ ബസ്സുകൾക്ക് ഇനി അതിജീവിക്കാൻ കഴിയൂന്നും ബസ് ഉടമകൾ പറഞ്ഞു. VD സതീശൻ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ പ്രഖ്യാപിച്ച KSRTC ബസ്സുകളിലെ ഇളവ് വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടെങ്കിലും സ്വകാര്യ ബസ് മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. സ്വകാര്യ ബസ്സുകളിൽ ആളുകയറാത്ത സ്ഥിതിയാണ് പലയിടത്തും. തെക്കൻ ജില്ലകളിൽ KSRTC സർവീസുകൾ കൂടുതലായതിനാൽ പ്രതിസന്ധി അധികമാണ്. Epidemic Sound has completely changed how I work with music and sound effects. I can get perfect music. ഓക്കെ, അത് ഒരു ആഡാണ്, ഒരു പരസ്യമാണ്. നമുക്കതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ നാം പറയുന്നത് ബസ് സർവീസ് ഒരു ഹ്യൂമന്റെ കാര്യത്തിൽ, നമ്മളെപ്പോലുള്ള ഹ്യൂമൻ, സ്ത്രീ ആയാലും പുരുഷനായാലും സ്ത്രീകൾക്ക് വേണ്ടി മുൻഗണന നൽകിയാണ് ബസ് എന്ന് പറയുന്ന ഒരു റൂട്ട് നമ്മുടെ മാപ്പ് പോലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിപ്പോൾ ടൂർ പോകുന്നവരാവാം, പെട്രോൾ, ഇന്ധനമായ എല്ലാ ആവശ്യങ്ങൾക്കും ബസ് ഒരു ഉപകാര ബസ്സാണ്. പ്രൈവറ്റ് ബസ്സായാലും KSRTC ബസ്സായാലും ഇത് നിലനിന്ന് പോകുന്ന ഒരു സംഭവമാണ്, ഒരു സംഭവ പ്രക്രിയയാണ്. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഇടിവിനെയാണ് ഇപ്പോൾ സതീഷ് അവരവർ ഇപ്പോൾ ഭരണത്തിലിരുന്നു കൊണ്ട് നമ്മുടെ നാടിനോട് കാട്ടിക്കൂട്ടുന്നത്. ഇത് പലർക്കും കണ്ടും കേട്ടും കാണാതിരിക്കാതിരിക്കാൻ പറ്റില്ല. ഇവിടെ മീഡിയ ഇതിനെ നമുക്ക് റവന്യൂ ഉണ്ടാക്കാനോ റീച്ച് ഉണ്ടാക്കാനോ മാത്രം സംസാരിക്കുന്നതല്ല. ഇവിടെ സമൂഹത്തിന് സംസാരിക്കേണ്ടത് നമ്മൾ സംസാരിക്കുന്നു എന്ന് മാത്രം. അതായത്
ബസ്സുകളില്ലാതെ, സ്ത്രീകളില്ലാതെ എങ്ങനെയാണ് ഒരു ബസ് വരുമാനം അവരുടെ ബഡ്ജറ്റ് കൊണ്ട് നിറക്കുക? ഇതൊന്നും കഴിയാതെ എങ്ങനെയാണ്? ഞാൻ മുമ്പും ഒരു ബസ് പത്തനംതിട്ടയുടെ കാര്യം, ഇതിപ്പോൾ എല്ലാ ജില്ലയിലും ഇതേ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കാര്യത്തെ കണ്ടില്ല എന്ന് കരുതുക? ഒരു ന്യൂസ് റിപ്പോർട്ട് പറയുന്നത് കണ്ടും കേട്ടും മാത്രം ചിന്തിക്കുന്ന ഒരു നിജസ്ഥിതിയല്ല നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക്. നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയും നമ്മൾ സംസാരിക്കണം. അതിനു വേണ്ടിയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂസ് പറഞ്ഞ പോലെ അതോടൊപ്പം ബസ് മാത്രമല്ല, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, പല റെഡ് സ്ട്രീറ്റിൽ ജീവിക്കുന്ന തൊഴിലാളികൾ, ഇവർക്കൊക്കെ കച്ചവടം റദ്ദാവും. അവരുടെ ഇന്ധനം, അവരുടെ വരുമാനം നിശ്ചലമാവും. ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ ഈ ഒരു ഭരണ സർക്കാർ കൊണ്ടെത്തിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു ഖേദകരമായതാണ്. അതോ ഇപ്പോൾ ആർട്ടിസ്റ്റുകളായി വരുന്ന അവരൊക്കെ ബസ്സുകൾ യാത്ര ചെയ്ത് ആർട്ടിസ്റ്റ് വരുമാനം മുടങ്ങും. അങ്ങനെ പലർക്കും വരുമാനങ്ങൾ മുടങ്ങാനും പലരുടെയും വരുമാനങ്ങൾ ഇല്ലാതാകാനും ഈ ബസ് റൂട്ട് നിർത്തിവെക്കുന്നതിലൂടെ വളരെ പരിഭാവങ്ങളിലേക്ക് പോകും. വീടുകളിൽ ചടങ്ങി ഒരുങ്ങും. ഓൺലൈൻ സ്കൂളുകളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരും. കൊറോണയേക്കാൾ വലിയ ഭീകര അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് UDF സർക്കാർ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും? ഇല്ല. സമൂഹത്തെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇവർ നടത്തുന്ന ഭരണ പരിഷ്കാരങ്ങൾ, റോഡുകൾ ഇവിടെ നല്ലതാണ്, നല്ല റോഡാണ് ഇപ്പോൾ UDF സർക്കാർ ചെയ്തിരിക്കുന്നത്. റോഡ് നല്ലതല്ല, നല്ലൊരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഇതൊക്കെ ഇല്ലാത്ത ഈ നാട് സാക്ഷരത കേരളം, ഇന്ത്യൻ കേരളം, ഇന്ത്യൻ വ്യവസായ, ഇന്ത്യ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളോട് പറയുന്ന ഈ വാക്കിന് എന്ത് വിലയാണ് നിങ്ങൾ മുഖ്യമന്ത്രിമാർ വന്ന് ചെയ്തു കൊടുക്കുന്നത്? ഏത് ഭരണകൂടമായി, ഏത് രാഷ്ട്രീയക്കാരായാലും നിലനിൽപ്പ് ഉണ്ടാവണമെങ്കിൽ അവർക്ക് അവരെപ്പറ്റി എന്തെങ്കിലും പറയാൻ ഒരു പേരെങ്കിലും ഉണ്ടാകും. അതുപോലുമില്ലാതെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നതാണ്. ഇതൊക്കെ പ്രതിച്ഛായയെ നിങ്ങളുടെ ഭരണ ഡിഗ്രി ഇല്ലാതാവും. നിങ്ങൾക്ക് ഭരിക്കാനുള്ള മുന്നോട്ടുള്ള ജനങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് നിഷേധിക്കപ്പെടും. ഇതോടൊപ്പം വോട്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഇനി UDF സർക്കാരിൻ്റെ രണ്ടാമത്തെ അവസരമാണ്. ആ അവസരം നിങ്ങളായി കളഞ്ഞു കുടിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. കാരണം ബസ് എന്ന് പറയുന്നതും ഓട്ടോ എന്ന് പറയുന്നതുമൊക്കെ ഒരു സാധാരണക്കാരൻ്റെ സഞ്ചാരി എന്ന നിലയിൽ നമുക്ക് സംസാരിക്കേണ്ടി വരും. ഒരു സഞ്ചാരികൾക്ക് ഓട്ടോ വേണം, ബസ് വേണം. ഇത് രണ്ടും ഏത് ബസ്സാവട്ടെ, പ്രൈവറ്റ് ബസ്സാവട്ടെ, അവർക്ക് അവരുടെ സാലറി കൊടുക്കാതെ അവരെ ഗവൺമെന്റ് ഏറ്റെടുക്കണം. അവരുടെ ശമ്പളം ഗവൺമെന്റ് തന്നെ കൊടുക്കണം. എന്നിട്ട് പ്രൈവറ്റ് ബസ്സാണെന്ന് പറഞ്ഞ് ഇറക്കിക്കും. പക്ഷേ അവരെ ഇല്ലാതാക്കി, അവരുടെ പകുതി സാലറി പോലും കട്ട് ചെയ്ത് എന്തിനാണ് ഇങ്ങനെയൊരു ബസ് ഇല്ലാതാവാൻ സാധ്യതയിൽ നിങ്ങൾ എത്തിക്കുന്നത്? അവർ തന്നെ തീരുമാനിച്ച് ബസ് ഇല്ലാതാകുകയാണ്. അപ്പോൾ ഈ നാടിന് ഒരു ഗതികേട് വന്നുകൊട്ടേ എന്ന് വന്ന് ചിരിച്ചുകൊണ്ട്, യുദ്ധം നടക്കുന്ന രാജ്യത്ത് പോലും ഇതുപോലത്തുള്ള പ്രതിസന്ധിയില്ല. പക്ഷെ ഇന്ത്യയിൽ, കേരളത്തിൽ ഇത് വളരെ വളരെ ദുശാകൃത ബുദ്ധിയോടെ മുന്നോട്ട് പോകുന്ന ഒരു CM ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എത്ര വായിച്ചു അറിവുണ്ടായി എന്ന് പറഞ്ഞ കാര്യമില്ല. ഇവിടെ മൂളയുണ്ടാവണം, ബുദ്ധി ഉണ്ടാവണം. മൂളയില്ലാതെ ഒരാൾക്കും ഒന്നും ആരെയും സമ്പൂർണമായും കെയർ ചെയ്തിട്ടല്ലല്ലോ ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയെ സമീപിക്കുന്നത്. അതുപോലെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. അവരുടെ വരുമാനം നിലച്ചിട്ട് അവരവരുടെ നിലനിൽപ്പെ ഇല്ലാതാക്കിയിട്ട് എന്ത് ഭരണകൂട്ടം, എന്ത് രാജ്യം നന്നാക്കൽ, ഇതൊക്കെ മറ്റുള്ള കാര്യങ്ങളിൽ ഫ്രീഡം ഇല്ലാത്ത രാജ്യത്തിൽ നമ്മൾ നിന്ന് പോവാത്തവരാണോ? മറ്റുള്ള കൺട്രികളിൽ ഇതൊക്കെ സുബലമാണ്. ഇതൊക്കെ ഇല്ലാതാവണം. ഡ്രഗ്സ്, മാഫിയ എല്ലാം ഇല്ലാതാവണം. അതോടൊപ്പം ഈ നാട്ടിലെ ബിസിനസ്സും ഇല്ലാതാവണമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ? അത് തെറ്റായൊരു കാൽക്കുലേഷനാണ്. ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. സിറ്റുവേഷൻ, മനുഷ്യനെ എങ്ങനെയെങ്കിലും ഇങ്ങനെ സിറ്റുവേഷനിൽ നിർത്തി
ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. നിങ്ങൾ കോടിയുടെ കാറിൽ യാത്ര ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ മനസ്സിനെയാണ് മുറിവേൽപ്പിക്കുന്നത്. അവരുടെ വേദനയാണ് കടിച്ചമർത്തുന്നത്. അവർ എങ്ങനെ ഇനി ജീവിക്കും? ഓണവും വിഷുവും റംസാനും ഒക്കെ വരുമ്പോൾ അവരവരുടെ സമയത്തിന് യാത്രകൾ ചെയ്യാൻ പോലും പറ്റാതെ അവർ വീട്ടിലിരിപ്പാകും. പിന്നെ അവർ കച്ചവടത്തിനും പോവില്ല, പണിക്കും പോവില്ല എന്നുള്ള പേരും പറഞ്ഞ് വീട്ടുകാരുടെ, പിന്നെ സ്ത്രീകളുടെ കാര്യങ്ങളിൽ പറയുമ്പോൾ സ്ത്രീകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. പക്ഷെ ആ സപ്പോർട്ട് എപ്പോഴും നിലനിൽക്കുന്ന ഒരു സപ്പോർട്ടല്ല. സ്ത്രീകൾ അങ്ങോട്ട് ചാടടാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടുന്ന ഒരു വർഗമാണ്. അവർക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രിയദർശിനി ഇത് വരുമ്പോൾ പുരുഷന്മാർക്കും അതേ ഒരു പിന്തുണ ഈ രാജ്യത്തുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടുപേർക്കും ഒരേപോലെ അവരുടെ ഹ്യൂമൻസിന് മാനവും അഭിമാനവും ഒക്കെ ഉണ്ട്. ആ അഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്കാർ എന്ന് പറഞ്ഞിട്ട് അത് സ്ത്രീകൾക്ക് മാത്രമല്ല, ഇവിടെ പുരുഷനും മാനവും അഭിമാനവും ഒക്കെ ഉണ്ട്. അവരുടെ ഹ്യൂമൻസിനും ഹോർമോൺസിനും ഒക്കെ പ്രൊണൗൺസിനും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അവരും ഇവിടെ ജീവിച്ചു പോകുന്നത് സ്ത്രീകളുടെ അവസ്ഥയിൽ തന്നെയാണ്. അവർക്കും വേണം അഭിമാനവും അന്തസ്സും ഒക്കെ. ആ ആഭിചാരത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോ മനുഷ്യരും. നമ്മൾ ഉൾപ്പെടെ, ഞാൻ എന്ന വ്യക്തി ഉൾപ്പെടെ മാനവും അഭിമാനവും സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. അതിനുവേണ്ടി മാത്രം 5 രൂപ കുറച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൈസയും ഈടാക്കാതെ സർവീസ് നടത്താമെന്നൊക്കെ പറഞ്ഞ് ഈ സംഭവങ്ങളൊക്കെ ചെയ്താൽ സ്ത്രീകൾ എന്ന് പറഞ്ഞ വർഗം മറ്റുള്ള പൈസ ഇല്ലാതെ ഈ ലോകത്ത് ഫ്രീ ആയിട്ട് എന്തും കിട്ടുമെന്ന് പറഞ്ഞാൽ ആരും എവിടെയും പോകും, എന്തിനും പോകും. അതാണ് ഈ നാട്ടിലെ സംസ്കാരം. അങ്ങനെയുള്ളൊരു സംസ്കാരമുള്ള ഈ മണ്ണിൽ നിങ്ങൾ ഇങ്ങനെ വില കുറഞ്ഞ പ്രക്രിയകൾ കൊണ്ടുവന്നാൽ ജനങ്ങൾ എങ്ങനെയാണ് സൂട്ടബിൾ ആകുക? ഇങ്ങനെയൊന്നും സാധാരണക്കാരെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. മനസ്സലിയുന്നവർ, അങ്ങനെ മനസ്സലിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരും ഇല്ല എന്ന് പറയണം നിങ്ങൾ. കാരണം ഇത് കേരളമാണ്. കേരളത്തെ നിങ്ങൾ വ്യക്തിമുദ്ര പതിച്ച് നിങ്ങൾ കളിയാക്കുന്ന പോലെ നോക്കരുത്. കാരണം നിങ്ങളുടെ ഭരണത്തെയും നിങ്ങളുടെ പാർട്ടിയെയും നിങ്ങളുടെ രാഷ്ട്രീയത്തെയും നിലനിർത്താൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ചെങ്കൊടിയുടെ വർണ്ണന ഉയർത്താൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തെ പണയപ്പെടുത്തരുത്. നിങ്ങളുടെ പണയം അവരുടെ വേദനയാണ്. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന എല്ലാം ജനങ്ങൾ വേദനിക്കപ്പെടും. എന്തും സമൂഹത്തിന് നന്മ ചെയ്യുന്നു പറയുമ്പോൾ നിങ്ങൾ തിന്മയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. തിന്മയാണ് ചെയ്യുന്നത്, തിന്മ അതിലൂടെ നടന്നു പോകുന്നു. ഇതൊരു ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെൻ്റ് ആണ്, ഒരു ക്രിറ്റിസിസമാണ്. ഈ ക്രിറ്റിസിസത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ഒരു മനസ്സുഖമല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നു. ഈ നാടിനെ നിങ്ങൾക്ക് എങ്ങനെ നന്നാക്കാൻ പറ്റും? ഒരു മനുഷ്യനെ എങ്ങനെ നന്നാക്കാൻ പറ്റും? ഒരു രാജ്യത്തെ എങ്ങനെ ഒരു ഹ്യൂമൻ നടപടി അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലൂടെ ആ മനുഷ്യൻ പോവുകയുള്ളൂ. ആർക്കും അവനെ പിടിച്ചു നിർത്താനോ അവനെ ഭരിക്കാനോ ഒന്നും പറ്റില്ല. നിങ്ങളെ വോട്ട് ചെയ്തു, നിങ്ങൾ അവിടെ നിർത്തിയെങ്കിൽ നമ്മളാണ് ഭരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ നമ്മളെ ഭരിച്ചാൽ അത് സാധ്യമാവില്ല. KSRTC എന്ന് പറയുന്നത് എല്ലായിടത്തും ആക്കണം. എല്ലാ ഏരിയകളിലും KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കണം. എന്നാലേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് സെലിബ്രിറ്റീസുകൾക്ക് പോലും ബസ്സും കാറിലും ഒക്കെ പോകേണ്ട അവസ്ഥയാണ്. അവരും അങ്ങനെയാണ് പോകുന്നത്. ഓട്ടോറിക്ഷയിലായാലും അവർക്കും പോകണ്ടേ? അവർക്കും അവരുടെ ജോലി ചെയ്യാൻ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യണമെങ്കിൽ അവിടെ എത്തപ്പെടണ്ടേ? അവിടെ എത്താൻ ഇവിടെ ബസ്സും ഓട്ടോറിക്ഷയും ഒന്നുമില്ലാതെ സ്വന്തം ഇന്ധനത്തിൽ ഇത്രയും വലിയ തുക എണ്ണയും അടച്ച് പെട്രോൾ പോലും ഇല്ലാതാകുന്ന അവസ്ഥ വരുമ്പോൾ ഈ ജനങ്ങൾ എന്ത് ചെയ്യും? റംസാൻ സെലിബ്രേറ്റ് ദിവസത്തിൽ എന്ത് ചെയ്ത് വസ്ത്രം വാങ്ങാനും ആഭരണങ്ങൾ വാങ്ങാനും ഒക്കെ ഇങ്ങനെ കടയോന്തിരി ഈ പെണ്ണുങ്ങളെയും കൂട്ടി ആര് പോവും? ആണുങ്ങളായി നിൽക്കുന്ന ഒറ്റൊരുതിനും തലച്ചോറില്ല എന്ന് കരുതരുത്. ആരും പോവില്ല. പൈസ മുടക്കിയും സാഹചര്യങ്ങളില്ലാതെയും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രാ സൗകര്യമില്ല. ടൂറിസ്റ്റ് മേഖല പോലും നിന്ന് പോകും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ടൂറിസ്റ്റ് പോലും ഉണ്ടാവില്ല. അങ്ങനെ ഈ നാട് ഒരു ക്ഷോഭപരമായി ക്ഷോഭിച്ച് കിടക്കും. അതാണ് ഉണ്ടാവുക. ജനങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാക്കാൻ നിങ്ങൾ സർക്കാർ ആവേണ്ട ആവശ്യമില്ല. ജനങ്ങളുടെ പട്ടിണി വരുത്തിക്കാൻ വേണ്ടി നിങ്ങൾ സർക്കാർ നയമുണ്ടാക്കുക. സർക്കാർ നയങ്ങളായിരിക്കും
പക്ഷെ സർക്കാർ നയം മനുഷ്യന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന നയങ്ങളാവരുത്. ഈ നയങ്ങളൊക്കെ മനുഷ്യനെ വേദനിപ്പിക്കുന്നു എന്നത് നിങ്ങൾ കരുതുന്നില്ല. സർക്കാർ എന്ന് പറയുന്നത് നമ്മളെ കൂടെ ചേർക്കുന്നതും കൂടപ്പറപ്പുമായിരിക്കണം, അല്ലാതെ നമ്മളെ കുത്തി നോവിച്ച് രസിക്കുന്നവരായിരിക്കരുത്. അവരെ സർക്കാർ എന്ന് പേരിട്ട് വിളിക്കാൻ നമുക്ക് പുച്ഛമുണ്ട്. അവർ നമ്മളെ ഭരിക്കാനെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ അവർക്ക് ഒരു ട്രോളാവാം, ഒരു എയറിലാവാം, അവർക്ക് കളിയാക്കലാവാം. അവർ ചെയ്തു കൂട്ടുന്ന തെണ്ടിത്തരത്തിൻ്റെ വിവരക്കേട് എന്നല്ലാതെ എന്ത് നാറിയതും വിളിച്ചു പറയാൻ ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് കഴിയും. അത് നിങ്ങളെ പ്രൊമോഷൻസിനെ ബാധിക്കുന്ന, നിങ്ങൾ പറയുന്ന വാക്കുകളിലൂടെ ഉള്ള പ്രശ്നങ്ങൾ അത് എല്ലാ മനുഷ്യനും ഉണ്ട്. തെറ്റുകൾ എല്ലാ മനുഷ്യനും പറ്റാം. അത് രാഷ്ട്രീയക്കാർക്കും പറ്റും എന്ന് നിങ്ങൾ ആലോചിക്കണം. എല്ലാ രാഷ്ട്രീയക്കാരും ഈ ഒരു നയം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ പണം വാങ്ങി ഭരിക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും പഴയതുപോലെ തന്നെയാണ് സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയക്കാരെയും നമ്മൾ ഇപ്പോൾ വിശ്വസിക്കാറില്ല. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ ഒരു രാഷ്ട്രീയക്കാരെയും ഇപ്പോൾ വിശ്വസിക്കാറില്ല. സത്യം പറയാലോ, UDF വന്നാലും LDF വന്നാലും